താരങ്ങളുടെ പ്രതിഫലം എന്നും ചർച്ചയാകാറുള്ള ഒന്നാണ്. മോളിവുഡ്, ടോളിവുഡ്, ബോളിവുഡ് എന്ന വ്യത്യാസമൊന്നും ഇവിടെ ഉണ്ടാകാറില്ല. താരങ്ങളുടെ ലുക്കും സ്റ്റൈലും പോലെ തന്നെയാണ് പ്രതിഫലവും. ഓരോ താരങ്ങളും, പ്രത്യേകിച്ച് കൂടുതൽ ഫാൻ ബേസ് ഉള്ള താരങ്ങളാണെങ്കിൽ, ഒരു സിനിമയ്ക്ക് എത്രത്തോളം പ്രതിഫലം വാങ്ങുന്നു എന്നറിയാൻ ആരാധകർക്ക് എപ്പോഴും ആകാംക്ഷ കൂടുതലാണ്. ഓരോ സിനിമ ഇറങ്ങുമ്പോഴും സോഷ്യൽ മീഡിയയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും സജീവമാകാറുണ്ട്. ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത്. 2024 ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ നടിയാണ് ചർച്ചകളിലെ പ്രധാന താരം. ആരാണെന്നല്ലേ? ബോളിവുഡ് ക്വീൻ ദീപിക പദുക്കോണാണ് 2024 ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ താരസുന്ദരി. പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരമാണ് നടിയെ ഈ സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത്. ഒരു സിനിമയ്ക്ക് 15 മുതൽ 30 കോടി രൂപ വരെയാണ് ദീപികയുടെ പ്രതിഫലം എന്നാണ് റിപ്പോർട്ട്. ആലിയ ഭട്ട്, കങ്കണ റണൌട്ട്, പ്രിയങ്ക ചോപ്ര, ഐശ്വര്യ റായ് എന്നിവരെ പിന്തള്ളിയാണ് ദീപിക ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. കങ്കണയാണ് 2ാം സ്ഥാനത്ത്. 15 മുതൽ 27 കോടി വരെയാണ് BJP MP കൂടിയായ താരത്തിന്റെ പ്രതിഫലം. 15 മുതൽ 25 കോടി വരെയാണ് 3ാം സ്ഥാനത്തുള്ള പ്രിയങ്ക ചോപ്ര വാങ്ങിയ പ്രതിഫലം. ലിസ്റ്റിൽ 4ഉം 5ഉം സ്ഥാനത്തുള്ളത് കത്രീന കൈഫും ആലിയ ഭട്ടുമാണ്. കത്രീന കൈഫ് ഒരു സിനിമയ്ക്ക് 25 കോടി പ്രതിഫലമായി വാങ്ങുമ്പോൾ ആലിയയുടേത് 20 കോടിയാണ്. 18 കോടി വാങ്ങുന്ന കരീന കപൂർ, 15 കോടി വാങ്ങുന്ന ശ്രദ്ധ കപൂർ, 14 കോടി പ്രതിഫലം പറ്റുന്ന വിദ്യാ ബാലൻ എന്നിവരാണ് ഇവർക്ക് പുറകിലുള്ളത്. ഈ ലിസ്റ്റിലെ അവസാന 2 സ്ഥാനക്കാർ 12 കോടി പ്രതിഫലമുള്ള അനുഷ്ക ശർമ്മയും ഒരു സിനിമയ്ക്ക് 10 കോടി വാങ്ങുന്ന ഐശ്വര്യ റായുമാണ്. പഠാൻ, ജവാൻ എന്നീ ചിത്രങ്ങളുടെ വമ്പൻ വിജയമാണ് നടിയുടെ ബ്രാൻഡ് മൂല്യം ഉയർത്തിയതെന്ന കാര്യത്തിൽ സംശയമില്ല. പഠാനിലൂടെ 1000 കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന ആദ്യ നടിയായി ദീപിക മാറിയിരുന്നു. ബോളിവുഡ് ബോക്സ് ഓഫീസിൽ കോടികൾ വാരിയ ഷാരൂഖ് ഖാൻ ചിത്രം ജവാനിൽ വെറും 20 മിനിറ്റ് മാത്രമായിരുന്നുവെങ്കിലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട വേഷമായിരുന്നു താരത്തിൻ്റെത്. ചിത്രത്തിൽ നായികയായ നയൻതാരയേക്കാൾ ഉയർന്ന പ്രതിഫലമാണ് ദീപിക വാങ്ങിയതെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നയൻതാരയ്ക്ക് ജവാനിൽ ലഭിച്ച പ്രതിഫലം 10 കോടിയായിരുന്നു. എന്നാൽ ഗസ്റ്റ് റോളിലെത്തിയ ദീപികയുടെ പ്രതിഫലമോ 15 കോടിക്കും 30 കോടിക്കും ഇടയിലാണെന്നായിരുന്നു അന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. തൊട്ടു പിന്നാലെ താരം തന്നെ ഈ വാർത്ത നിഷേധിച്ച് രംഗത്തെത്തുകയും ചെയ്തു. ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെയാണ് അഭിനയിച്ചതെന്നും ഷാരൂഖ് ഖാൻ ചിത്രത്തിൽ ഗസ്റ്റ് റോളിലെത്താൻ തനിക്ക് യാതൊരു മടിയുമില്ല, അതിന് പ്രതിഫലവും വാങ്ങില്ല എന്നാണ് ദീപിക അന്ന് വ്യക്തമാക്കിയത്. നടിയുടേതായി റിലീസിനൊരുങ്ങുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത് പ്രഭാസ് നായകനാവുന്ന കൽക്കി 2898 AD. അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ദിശ പട്ടാനി തുടങ്ങി വലിയ താരനിര ഭാഗമാകുന്ന ചിത്രത്തിൽ പ്രഭാസിന്റെ നായികയായാണ് ദീപിക എത്തുക. പത്മ എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററിന് വലിയ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചത്. BC 3101 മഹാഭാരതത്തിലെ ഇതിഹാസ സംഭവങ്ങളിൽ നിന്ന് തുടങ്ങി 2898 AD വരെ സംഭവിക്കുന്ന സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് കൽക്കിയുടെ ഇതിവൃത്തം. മഹാനടിക്ക് ശേഷം നാഗ് അശ്വിൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പോസ്റ്റ് അപ്പോകാലിപ്റ്റിക് യുഗത്തിന്റെ കഥയാണ് പറയുന്നത്. ചിത്രം അടുത്ത മാസം റിലീസിലെത്തും. അടുത്തതായി രോഹിത് ഷെട്ടിയുടെ സിംഗം സീരീസിലെ പുതിയ ചിത്രം, ഒരു ഹോളിവുഡ് ചിത്രം എന്നിവയാണ് ദീപികയുടേതായി വരാനിരിക്കുന്ന പ്രൊജക്ടുകൾ. അതേസമയം ലിസ്റ്റിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള നടിമാർ ആരും തന്നെയില്ല എന്നതും ഒരു ഭാഗത്ത് ചർച്ചയാകുന്നുണ്ട്. എന്തായാലും ഫോബ്സിന്റെ ലിസ്റ്റ് പുറത്തെത്തിയതും ആരാധകർ ഒന്നടങ്കം ഞെട്ടലിലാണ്. ഒരു ചിത്രത്തിന് 30 കോടി പ്രതിഫലം വാങ്ങുന്ന താരത്തിന്റെ ആകെ ആസ്തി എത്രയായിരിക്കും എന്നതിനെ കുറിച്ചും ഇതിനോടകം ചർച്ചകൾ തകൃതിയായി നടക്കുന്നുണ്ട്. നിലവിൽ തൊട്ടതെല്ലാം പൊന്നാകുന്ന നടിയെന്നാണ് ദീപികയെ സിനിമാ ലോകം വിശേഷിപ്പിക്കുന്നത്. വരാനിരിക്കുന്ന പ്രൊജക്ടുകൾ കൂടി ഹിറ്റായി കഴിഞ്ഞാൽ പ്രതിഫലം 40, 50, 60 ആയാലും അത്ഭുതമില്ല. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.